നമസ്കാരം. സുഖമല്ലേ? ഒരുപാട് സന്തോഷം. ഇത്രയും നിറഞ്ഞൊരു സദസ്സിൽ ഇങ്ങനെ ഒരു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ കൊച്ചിയിൽ നടക്കുന്നു. അത് ഇത്രയും എനർജറ്റിക് ആയിട്ട് ആൾക്കാർ ഇവിടെ കൂടി കയ്യടികളോടെ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. ഒരു സെഷൻ എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു, പക്ഷെ ഷൂട്ടൊക്കെ നടക്കുന്ന കാരണം അതിനിടയിൽ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം അതിന്റെ ഇടയിൽ വരാൻ പറ്റിയില്ല. എന്റെ ഒരു ദിവസം അതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയുള്ളൂ. അതൊരു ഞായറാഴ്ചയാണ്. അന്ന് വീട്ടുകാരുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല. അതുകാരണമാണ് വീട്ടിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് വൈഫ് പറഞ്ഞത് എന്നാ പിന്നെ നമുക്ക് പുറത്ത് കാണാൻ ഇറങ്ങാം. പിന്നെ സന്ദീപ് ഞങ്ങൾ ഒരുമിച്ച് ഫാലിനി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതാണ്. സന്ദീപ് എന്റെ അനിയൻ ക്യാരക്ടറായിട്ട് സന്ദീപ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതാണ്. അപ്പോൾ എല്ലാം വളരെ വളരെ അടുത്ത ആളുകളാണ്. പിന്നെ നരേന്ദ്രൻ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ബന്ധം തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ ഞങ്ങളിലേക്ക് അമ്മ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ ബന്ധങ്ങളുണ്ട്. ഇനി ഈ അടുത്തൊരു ഫുട്ബോൾ കളിക്ക് ഞങ്ങൾ ഫുൾ മാച്ചിരുന്നു. ഞങ്ങൾ കാലിക്കറ്റ് FC-യുടെ കൂടെ നരേന്ദ്രൻ തൃശ്ശൂരിന്റെ സപ്പോർട്ടായിരുന്നു. അപ്പോ ഇവരെല്ലാവരും കൂടെ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ട് അവരുടെ സക്സസ് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തു. കൃഷ്ണൻ തുടർന്ന് എക്കോ. അപ്പൊ തീർച്ചയായിട്ടും അത് കാണുമ്പോഴും ഒരുപാട് സന്തോഷം. അവരൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് അവരുണ്ടാക്കിയെടുത്ത് അത്രയും ഒരു ലോക്കി സിനിമയായിട്ട് വന്നിട്ട് ഇന്നിപ്പോ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തി നിൽക്കുന്നു. അതൊരു ചെറിയ അച്ചീവ്മെന്റ് അല്ല. തീർച്ചയായിട്ടും അത് അവരുടെ ക്രെഡിറ്റ് ആണ്. പിന്നെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സർപ്രൈസ് ചെയ്തു എന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരു സിനിമ അത് സക്സസ്ഫുൾ ആവാൻ കേരളത്തിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അങ്ങനെ ഒരു സിനിമ അതിനൊരു സംശയമില്ല. അത് നമ്മുടെ ഓഡിയൻസിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഈ സിനിമ ഉണ്ടായിട്ട് ഞാൻ സന്ദീപിനെ വിളിച്ചപ്പോൾ സന്ദീപ് അത് തന്നെയാണ് പറഞ്ഞത്, ചേട്ടാ ഓഡിയൻസ് നമ്മളെ ഞെട്ടിച്ച്. ഒന്നും പറയാനില്ല. നമ്മളെങ്കിലും ഒരു സിനിമ ഇത്രയും വലിയ റിസപ്ഷനിൽ ഓടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. തീർച്ചയായിട്ടും താങ്ക്സ് ടു നമ്മുടെ എന്നെ പിടിച്ചിവിടെ മീറ്റിംഗ് എല്ലാവരും സംസാരിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോ എന്തായാലും ഈ ഹോർത്തൂസിന്റെ 2ാം എഡിഷൻ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇതിന്റെ ഇങ്ങനെ ഒരു എറണാകുളത്ത് നടക്കുന്നു എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട എക്കോ സിനിമയുടെ അംഗങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ സിനിമ കണ്ടതാണ്. എനിക്ക് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് നൽകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. രഞ്ജിത്തേട്ടൻ ഡയറക്ട് ചെയ്ത ആദ്യത്തെ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, കക്ഷി വിളിപ്പുള്ള എന്ന് പറയുന്ന സിനിമയിൽ. അതിനുശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ആദ്യത്തെ അവസാനത്തെ സിനിമ അതായിരുന്നു. അതിന് മറ്റേ നല്ല പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചത് കണ്ടു ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ ആ സിനിമയിലുണ്ടായിരുന്നു.